കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുഖവില കൊടുക്കുന്ന, മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. സാമൂഹ്യക്ഷേമ പെൻഷനാകട്ടെ, വിധവ പെൻഷൻ ഉൾപ്പെടെ, അംഗപരിമിതർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ, ഭിന്നശേഷിക്കാർക്കുള്ളത്, അങ്ങനെ വളരെ അംഗപരിമിതർ ഇപ്പോൾ പറയാറില്ല, ഭിന്നശേഷിക്കാർക്കുള്ളതും, അങ്ങനെ വളരെ വ്യത്യസ്തമായ പെൻഷൻ സ്കീമുകളുള്ള ഒരു നാടാണിവിടെ. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് ഇത്രയധികം ക്ഷേമനിധി ബോർഡുകളുള്ള ഒരു സംസ്ഥാനം വേറെ കാണില്ല. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ്, കള്ളുചെത്ത് തൊഴിലാളി, ഇങ്ങനെ ഓരോ അംഗനവാടി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ സകലവർക്കും ക്ഷേമനിധി ബോർഡുണ്ട്. ആ ക്ഷേമനിധി ബോർഡിന് ഒരു ചെയർമാൻ കാണും, അല്ലെങ്കിൽ ചെയർപേഴ്സൺ കാണും, അവർക്കൊരു CEO അല്ലെങ്കിൽ MD അങ്ങനെ ഒരു പോസ്റ്റൊക്കെ കാണും. പിന്നെ കുറച്ച് സംസ്ഥാന തലത്തിൽ കുറച്ച് സ്റ്റാഫ്, പിന്നെ ചില ക്ഷേമനിധി ബോർഡിനൊക്കെ ജില്ലാതല ഓഫീസുകൾ ഇങ്ങനെ ഉണ്ട്. ഇതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും ക്ഷേമനിധി ബോർഡുണ്ട്. എല്ലാ ക്ഷേമനിധി ബോർഡുകളിലും 60 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങുന്നത്. 5 വർഷം പെൻഷൻ അടയ്ക്കണം, എന്നൊക്കെ എന്തൊരു പെൻഷനിലേക്ക് തുക അടയ്ക്കണം. അപ്പോൾ 5 വർഷം പെൻഷനിലേക്ക് തുക അടച്ചാൽ 60 വയസ്സ് മുതൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 55 വയസ്സായ ആളിനും പെൻഷൻ സ്കീമിൽ ചേരാം. 60 വയസ്സ് കഴിഞ്ഞാൽ പറ്റത്തില്ലെന്നുള്ളതാണ്. ഏത് പ്രായത്തിലും ചേരാം. അപ്പോൾ പെൻഷൻ സ്കീമിൽ ചേർന്നാൽ, അല്ലെങ്കിൽ ആ കാർഡ് എടുത്താൽ, അവർക്ക് 60 വയസ്സ് മുതൽ നാമമാത്രമായ തുക പെൻഷൻ കിട്ടും. ഈ തുക അവർക്ക് കിട്ടുന്നത് കഴിഞ്ഞ 1 വർഷമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ചില വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ 800 കോടി രൂപ, ഇപ്പോൾ 850 കോടി രൂപ പെൻഡിങ് വന്നിട്ടുണ്ട്. ഈ 850 കോടി രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ വരുമാനം, ഈ ക്ഷേമനിധി ബോർഡ് ഓരോന്നിനും ഓരോ തരത്തിലുള്ള വരുമാനമാണ്. അതാണ് എൻ്റെ ഒരു രസകരമായ കാര്യം. ചില ക്ഷേമനിധി ബോർഡുകൾക്ക് അവർ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക സർക്കാർ ഇടും. ചില ക്ഷേമനിധി ബോർഡുകൾക്ക് അവർ അടയ്ക്കുന്ന തുകയുടെ 50% സർക്കാർ ഇടും. ചിലയിടത്ത് ജീവനക്കാരിടുന്നതിൻ്റെ 25% സർക്കാർ ഇടും. കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മറ്റൊരു പാറ്റേൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ തിരുത്തണം. കെട്ടിടങ്ങൾ വയ്ക്കുമ്പോഴുണ്ടാകുന്ന സെസ് കൃത്യമായി പിരിച്ചെടുത്താൽ ആ പണം അവർക്ക് കണ്ടെത്താൻ പറ്റും. ശരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മേഖലയിൽ പ്രതിസന്ധി വരാൻ ഉള്ളതല്ല. പക്ഷേ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മേഖലകളിൽ ഈ സെസ് പിരിച്ചെടുക്കുന്നത് ലേബർ വിഭാഗമായിരുന്നു. പക്ഷെ അത് മാറി LSGDയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് പോയി. അപ്പോൾ സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ പിരിക്കുന്ന സെസ് തുക പുതിയ കെട്ടിടങ്ങൾ വയ്ക്കും. ധാരാളം കെട്ടിടങ്ങൾ വരുന്നുണ്ടല്ലോ കേരളത്തിൽ, വലിയ കെട്ടിട നിർമ്മാണമാണല്ലോ നടക്കുന്നത്. ആ സെസ്സിൻ്റെ തുക കൃത്യമായി കളക്ട് ചെയ്തെടുക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. മനഃപൂർവ്വമല്ല, ബോധപൂർവമല്ല, മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല, പക്ഷേ സാങ്കേതികമായി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ 60 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെ ഓഫീസിൻ്റെ ഇരുന്നോ അല്ലെങ്കിൽ തറയിലിരുന്നോ ജോലി ചെയ്യുന്നവരല്ല. കോൺക്രീറ്റ് പണി, കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള പണി, തട്ട് നിറയ്ക്കൽ, അങ്ങനെ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരുപാട് ജോബുകൾ ചെയ്യുന്നവർ കൂടിയാണ് ഈ മേശരിമാരും കയ്യാളന്മാരും ഒക്കെ. കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നവർ, പെയിൻ്റ് അടിക്കുന്നവരായാലും വളരെ വലിയ കെട്ടിടങ്ങളിലൊക്കെ തൂങ്ങി നിന്നൊക്കെയാണ് പെയിൻ്റ് അടിക്കുക. അപ്പോൾ ജീവൻ പോലും അപകടമുണ്ടാകാവുന്ന ഒരുപാട് റിസ്ക് എടുത്ത് തൊഴിലെടുക്കുന്നവരാണവർ. മാത്രമല്ല, അവർ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ, ഒരു കെട്ടിടം വെച്ച് കൊടുക്കുമ്പോൾ വളരെ സന്തോഷകരമായൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ ജീവിതം 60 വയസ്സ് വരെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സമർപ്പിച്ച ഒരാൾ, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാൾ, 60 വയസ്സിന് ശേഷം കേരളത്തിൻ്റെ ഒരു വലിയൊരു ശരാശരി പ്രശ്നം, അതും ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയമാണ്. കേരളത്തിലെ ഒരു പ്രശ്നം, 60 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് BP, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ടിൻ്റെ പ്രശ്നം, ക്യാൻസറിൻ്റെ പ്രശ്നം, പിന്നെ പാരാലിസിസ്, 100 കണക്കിന് രോഗങ്ങളുണ്ട്. ബെഡ് റിഡൻ ഉൾപ്പെടെയുള്ള 100 കണക്കിന് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളുമായി കഴിയുന്ന, രോഗാതുരതയിലിരിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പെൻഷൻ തുക. ആ പെൻഷൻ 1 വർഷമായി മുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് സഹിക്കാവുന്നതും പൊറുക്കാവുന്നതുമായ കാര്യമല്ല. ഈ സർക്കാർ വന്നിട്ട് 1 മാസമേ ഉള്ളൂ, 1.5 മാസമേ ആവുന്നുള്ളൂ, 19 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ 1 വർഷത്തോളമായി ഇത് മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് പൊറുക്കാവുന്ന, സഹിക്കാവുന്ന കാര്യമല്ല. അതൊരു ക്രൂരതയാണ്.
850 കോടി രൂപയാണ് ഇപ്പോൾ ബാധ്യതയുള്ളത്. ഇതേതെങ്കിലും തരത്തിൽ തീർച്ചയായിട്ടും ആ കെട്ടിട നിർമ്മാണ മേഖലയിലും പിന്നെ അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണ മേഖലയിലൊക്കെ ഉള്ള സെസ് തുക അടിയന്തരമായി പിരിച്ചെടുത്ത് ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ മുന്തിയ പരിഗണന ഗവൺമെൻറ് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന മേഖല, ഇങ്ങനെ കുറേ ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഒന്ന്, ഇത്രയും ക്ഷേമനിധി ബോർഡുകൾ ആവശ്യമുണ്ടോ എന്ന് കൃത്യമായി വിലയിരുത്തണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ഷേമനിധി ബോർഡുകൾ ഇല്ലാതാക്കണമെന്നല്ല. ഇത്രയും ക്ഷേമനിധി ബോർഡുകൾക്ക് പകരം ഈ അസംഘടിത മേഖലയിലെ, അതായത് അൺഓർഗനൈസ്ഡ് മേഖലയാണല്ലോ ഇത് ഒരു സർക്കാർ ജീവനക്കാരെ പോലെയുള്ള അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പോലെയുള്ള ഒരു സംവിധാനം അല്ലല്ലോ, കുറച്ചുകൂടി അസംഘടിത മേഖലയാണല്ലോ. ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലെടുക്കുന്ന വിഭാഗക്കാർക്ക്, അത് അംഗനവാടിയാകട്ടെ, ആശാ വർക്കേഴ്സ് ആകട്ടെ, തൊഴിലുറപ്പാകട്ടെ, ഇനി കുറേ ഉണ്ട്, ഹരിതകർമ്മസേനയാകട്ടെ, അവരെല്ലാം ഈ ക്യൂവിൽ നിൽക്കുകയാണ് വരാനായിട്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തയ്യൽ ക്ഷേമ തൊഴിലാളികൾ, കള്ള് ചെത്ത്, ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ മൺകല വ്യവസായം ചെയ്യുന്നവർ, കൈത്തറി, കശുവണ്ടി, ഇങ്ങനെ കുറേ ഉണ്ട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള. ഇവരുടെ ക്ഷേമനിധി ഒന്ന് ഏകീകരിക്കാനും അവർക്ക് കൃത്യമായി ഇത് കൊടുക്കുന്നതിനുള്ള ഒരു ഇൻകം ജനറേറ്റീവായിട്ടുള്ള പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ പറ്റും, അത് CSR ഫണ്ടുകൾ ഇതിൽ ബന്ധിപ്പിക്കാൻ കഴിയുമോ? കാര്യം CSR ഫണ്ടുകൾ പലതും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർ കൊടുക്കുന്നവരാണ്. ഇപ്പോൾ CSR ഫണ്ടിനെ ഇതിൽ ബന്ധിപ്പിക്കാൻ പറ്റുമോ? അതോ മറ്റേത് തരത്തിലാണ് ഇതിനെ ഇപ്പോൾ കിഫ്ബിയിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയല്ലോ, പെട്രോളിനൊക്കെ സെസ് ഏർപ്പെടുത്തി കിഫ്ബിയിലൊക്കെ പൈസ ഉണ്ടാക്കിയല്ലോ. അതുപോലെ ഒരു പ്രൊഫഷണലിസം ഇതിനാവശ്യമുണ്ട്. എത്ര ലക്ഷം ആളുകൾക്കാണ് ഇതിനകത്ത് ബാധ്യത വരുന്നത്? കുമുലേറ്റീവായി ഓരോ വർഷം എത്ര ലക്ഷം പേർ ഇതിൽ കടന്നു വരും? കാരണം കൃത്യമായി അറിയാൻ പറ്റും. 59 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇത് അറിയാൻ പറ്റും. അവർ ചേർന്നിരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ കുമുലേറ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് എത്ര വർഷത്തെ ബാധ്യത, എത്ര സാമ്പത്തിക ബാധ്യത എന്ന് പഠിക്കാനും, ഇത് പഠിച്ച് വളരെ കൃത്യമായി ഒരു പ്രൊഫഷണലായി 60 വയസ്സ് കഴിഞ്ഞ ഒരു തൊഴിലെടുത്ത ഒരാളിന് പട്ടിണിയും ദാരിദ്ര്യവും രോഗാതുരതയും കൊണ്ട് ഉഴലാതെ അവർക്ക് കൃത്യമായി പണം കിട്ടുന്നതിനുള്ള ഒരു നടപടി വി ഡി സതീശൻ സർക്കാരും തൊഴിൽ വകുപ്പ് മന്ത്രിയും വളരെ കൃത്യമായി ഇത് ആലോചിക്കണം. തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്, വനിതയും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ദുഃഖമൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാകും. കൃത്യമായൊരു പ്രൊഫഷണൽ ബോഡിയെ വച്ചുകൊണ്ട് ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അസംഘടിതമായ മേഖലകളിലുള്ള ആളുകളുടെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തുകയും ചില ക്ഷേമനിധി ബോർഡുകൾ ഒന്നിപ്പിക്കാനും ലയിപ്പിക്കാനും ഒക്കെ കഴിയും. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എല്ലാം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ചുകൊണ്ട് കൃത്യമായ വിപുലീകരണ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് പണം കണ്ടെത്തലിനുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് കഴിഞ്ഞ ഇത്തരത്തിലുള്ള നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കി തന്നിട്ടുള്ള, ആനന്ദമുണ്ടാക്കി തന്നിട്ടുള്ള ഈ ടീം, ഈ ആളുകളാണ്. അവരെ സമൂഹം കളയരുത്. ഒരു സാധാരണ സർക്കാർ ജീവനക്കാരനായാൽ നല്ല ശമ്പളം പെൻഷൻ കിട്ടും, നല്ല തുക പെൻഷൻ കിട്ടും, കേന്ദ്രമായാലും സംസ്ഥാനമായാലും. അതുപോലെ അത്രയും വലിയ തുക കൊടുത്തില്ലെങ്കിലും മാന്യമായ തുക, ഉള്ള തുക കൃത്യമായി കൃത്യമാസങ്ങളിൽ കൃത്യം 5-ാം തീയതിക്ക് മുമ്പ് എല്ലാവരുടെയും പാസ്ബുക്കിൽ എത്തത്തക്ക നിലയിലുള്ള ഒരു വലിയ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് വികസനം പോകട്ടെ, അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് വികസനം പോകട്ടെ, പക്ഷേ ക്ഷേമവും അതോടൊപ്പം പോകണം. പുതിയ ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാക്കുന്നതിലല്ല, ഉണ്ടാക്കിയവയെ സമഗ്രമായി പരിഷ്കരിച്ചും പുതിയ പ്രൊഫഷണലിസം ഏർപ്പെടുത്തിയും കൊടുക്കാനുള്ള ബാധ്യതകൾ ഏതെങ്കിലും രൂപത്തിൽ പണം കണ്ടെത്തി കൊടുക്കാനുള്ള സംവിധാനവുമാണ് സർക്കാർ ആലോചിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള പുതിയൊരു ഇന്നവേഷൻ അതിനകത്ത് സർക്കാർ ചിന്തിക്കണം. ചിന്തിച്ചുകൊണ്ട് ഈ വിഭാഗത്തെ കൈവിടരുത്. അവർ ഈ രാഷ്ട്ര നിർമ്മിതിയിൽ കേരളത്തെ നിർമ്മിച്ചതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്, വഹിച്ചവരാണ്.